യെസ്, ഹായ് ദീപ്തി. നമ്മൾ ഇവിടെ ഇപ്പോ പാലക്കാടുള്ള അനങ്ങാൻ മല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇവിടെ ഉള്ളത്. മെയിൻ ആയിട്ടുള്ളത് രണ്ട് മലകളാണ്. ഒന്ന് അനങ്ങാൻ മലയും ഒന്ന് ഉള്ളത് കൂനൻ മലയും. അപ്പൊ ഇത് രണ്ട് സൈഡിലേക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കൂനൻ മല കാണാൻ പറ്റും, അതുപോലെ റൈറ്റ് സൈഡിൽ അനങ്ങൻ മലയും. അപ്പൊ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും, അല്ലെങ്കിൽ നമ്മള് ഫൺ ഫീൽഡ് ആയിട്ടുള്ള ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്തു. ഇത് ശരിക്കും ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഈ ടൂറിസത്തിന്റെ മേഖല വരുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് നോക്കുന്നത്, ഈ അനങ്ങൻമലയുടെ പ്രത്യേകതകൾ തന്നെ. അതായത് ഇപ്പോഴാണ് ശരിക്കും ടൂറിസം മാപ്പിലേക്ക് ഇത് വന്നത്. 2011 മുതലാണ് ഇവിടെ ടിക്കറ്റ് വെച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു എൻട്രി ആക്കിയിട്ടുള്ളത്. അതുവരെയുള്ള ഫ്രീ ആയിരുന്നു. അതുവരെ കുറെ ആൾക്കാർ നാച്ചുറൽ ആയിട്ട് വന്ന് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണിത്. പക്ഷെ ഇപ്പോ ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ നല്ല ഫെസിലിറ്റീസും ഒരുപാട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത്, അനങ്ങൻമലയിൽ. ബ്രിഡ്ജൊക്കെ നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്താ വെച്ചാ അനങ്ങൻമല 2600 ഹെക്ടർ ആണ്. പിന്നെ കൂനൻമലയ്ക്ക് എത്രയാ? 1600 ഹെക്ടർ. ഇങ്ങനെ ടീച്ചർ വല്ലതും ആണോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്? 1600 ഹെക്ടർ ആണ്. ശരിക്കും ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ട് ആണ് ഇതെങ്കിൽ പോലും ഇപ്പോഴും ആൾക്കാർക്ക്, ഒരുപാട് മലയാളികൾക്ക് പോലും ഇത് അറിയത്തില്ല. അപ്പൊ ഇനി നമുക്ക് കൂനൻമലയിലേക്ക് കയറാം. ഓക്കെ, ശരിക്കും ഇതുവഴി പോകാനുള്ള വഴികള് ചെയ്തു വെച്ചിട്ടുണ്ട്. വളഞ്ഞ വഴി കൂടെ പോകുന്നു അല്ലേ? അതെ, കുറച്ച് അഡ്വഞ്ചർ ആയിക്കോട്ടെ. ഇത്രയും ദൂരം നമ്മൾ കയറിയെന്നുള്ളത് കയറിയിട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ടിപ്പ് കേട്ടോ. നമ്മൾ മേളിലോട്ട് കയറിക്കൊണ്ടിരുന്ന മേളിലോട്ട് നോക്കി കയറിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മൾ താഴോട്ട് നോക്കിയാൽ നമ്മുടെ കോൺഫിഡൻസ് കുറച്ചൊന്ന് കുറയും. അതുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. നീങ്ങും. വളരെ സാഹസികമായിട്ട് നമ്മള് ഇനി പിടിക്കുന്ന പരിപാടി. ഇവിടെ ശരിക്കും പറഞ്ഞാ ഇത് കാലിലായിരുന്നു ഞാൻ ചവിട്ടിയത്. അനങ്ങൻമല അല്ല, ഇത് നമ്മള് കൂനൻമലയിലാണ് നമ്മൾ പോകുന്നത്. ഈ കൂനൻമലയുടെ പ്രത്യേകത തന്നെ ഈ പോകുന്ന സ്ഥലം പാറകളാണ്. പക്ഷെ ഇത്രയും മേളിലെ ഡിസ്റ്റൻസ് ഒന്ന് കാല് വഴുതി പോയാൽ കേട്ടോ. ബാക്കി കാര്യം തമാശ പറയില്ല കേട്ടോ ദീപ്തി, ശ്രദ്ധിച്ചു വാ. ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് താഴെ വീണ് കഴിഞ്ഞാ പൊടി പോലും കിട്ടൂല കണ്ടുപിടിക്കും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ പാമ്പുണ്ടെന്നുള്ളതാണ്. പാമ്പുണ്ടെന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. നീ പാമ്പാവാതിരുന്നാ മതിയായിരുന്നു. അമ്മ, ഇതാണ് കൂനൻമല. കൂനൻമലയുടെ ഏകദേശം പകുതി സ്ഥലത്ത് കേറി അല്ലേ? അതുകൊണ്ട് കൂടെ തന്നെ ആയിരിക്കും കേട്ടോ ഇതിന് കൂനൻമല എന്ന് വരുന്നത്. എന്തായാലും കൂനിയല്ലേ കയറാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഒരു സംഭവം. ഇത് സീ ലെവലിൽ എത്ര ഹൈറ്റ് എന്ന് പറഞ്ഞ 136 ഫീറ്റ്, 136 അടി ഹൈറ്റിലാണ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ കയറില്ലെങ്കിൽ കാല് സ്ലിപ്പായ പണി അപ്പത്തി. വാവ്, അങ്ങനെ നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് കൂനൻമലയുടെ ഏറ്റവും ടോപ്പ് പോർഷൻ. ഇവിടെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലം, അതങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ. ഒറ്റപ്പാലത്തിന്റെ ഏരിയ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല കണ്ടോ. പുഞ്ചപ്പാടങ്ങളും നമുക്ക് ഏകദേശം ഒറ്റപ്പാലത്തിന്റെ കംപ്ലീറ്റ് സർക്കിൾ ഈ കൂനൻമലയുടെ ഏറ്റവും മേളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതെ,
ഇതോ കണ്ടോ, അതാണ് അനങ്ങൻമല. അപ്പൊ ഈ അനങ്ങൻമല അനങ്ങോ? അനങ്ങൻമല ഇക്കിളിടണം, ഇക്കിളിയിട്ട് അനങ്ങും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ബാക്ക് വശത്ത് കാണുന്നുണ്ടോ, ഇത്രയും ഹൈറ്റ്സിൽ കാണുന്നതാണ് അനങ്ങൻമല. ശരിക്കും കൂനൻമലയെക്കാളും ഏറ്റവും കൂടുതൽ ഹൈറ്റ് അനങ്ങൻമലയ്ക്കാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഏകദേശം 8 കിലോമീറ്ററോളാണ് ഈ രണ്ട് മലകളും ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ സീ ലെവലിൽ നിന്നും ഏകദേശം 136 ഫീറ്റ് ഹൈറ്റിലാണ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. കയറിയപ്പം ദൈവമേ ഇത്രയും സംഭവം അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഇറങ്ങാനാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. സൂക്ഷിച്ച് ഇറങ്ങിയോ. പാറകൾ ഭയങ്കര സ്ലിപ്പറി ആയതുകൊണ്ട് എല്ലാരും വരുവാണെങ്കിൽ തന്നെ വളരെ സൂക്ഷിച്ചേ വരാൻ പാടുള്ളൂ അല്ലേ? അതെ, നല്ല ഹൈ ഹീലൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത് കേട്ടോ പാവം. ഇപ്പൊ ഷൂസൊക്കെ ചെരുപ്പൊക്കെ മാറ്റി വരുമ്പോ നമ്മൾ അഡ്വഞ്ചർ ടൂറിസം എപ്പോഴും നമുക്ക് ശരിക്കും നമ്മൾ വേറെ ചെയ്യുന്ന സംഭവങ്ങളും ഒക്കെ ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ പാർട്ടാണ്. രക്ഷപ്പെട്ടല്ലേ, ഇറങ്ങിയോ. ഇവിടെ ശരിക്കും നമുക്ക് ഇതൊരു അഡ്വഞ്ചർ പോലെ നമുക്ക് കയറാം. അല്ലാണ്ട് തന്നെ ഇവര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ഒരു പ്രോപ്പർ വഴി ഇതിനോട് ചേർന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പ്രോപ്പർ വഴിയിലൂടെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. പക്ഷെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ നേരെ മല കയറ്റവും മല ഇറക്കവും വേണ്ടിട്ട് തന്നെ നമ്മൾ ഈ വഴി കൂടെ. അതെ, കുറച്ച് അഡ്വഞ്ചർ ഇല്ലെങ്കിൽ എന്ത് രസം അല്ലേ, എന്ത് രസം. ഈ മലേനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ റോഡ് ചെയ്യുന്നത്. നമ്മളല്ല ഉണ്ടാക്കിയത്. പണ്ടാരോ നല്ല കഴിവുള്ള ആൾക്കാര് ഈ ഒറ്റ മലയെ രണ്ടാക്കി ബ്രേക്ക് ചെയ്ത് ഇടയ്ക്ക് റോഡ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് നമുക്ക് വരാൻ പറ്റിയത് അല്ലേ. ഏകദേശം 50-ന് മേളിലെ സിനിമകൾ ഇവിടെ ഈ ഭാഗത്ത് മാത്രമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട്. കാര്യം ഇത് ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് മറ്റു സ്ഥലത്തും കിട്ടും. ഇപ്പൊ നമ്മള് അനങ്ങൻമലയുടെ ഏറ്റവും മേളിലാണ് നിൽക്കുന്നത്. അനങ്ങൻമലയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പഴയ, അതായത് പുരാതനമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ്. അതായത് ഭഗവാൻ ഹനുമാൻ അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹത്തിന്റെ പാദസ്പർശം ഈ മലയിൽ ഏറ്റപ്പോഴേക്കും ഇതൊന്ന് അനങ്ങി. അങ്ങനെയാണിത് അനങ്ങൻമല എന്നുള്ള പേര് വന്നത്. സത്യമാണ്, ശരിക്കണ്ട, സീരിയസായിട്ട് പറഞ്ഞതാ. അങ്ങനെ ഇതിനൊരു പേര് വന്നു. പിന്നെ അപ്പുറത്ത് അതുപോലെ മലയിൽ ചവിട്ടിയപ്പോഴത്തേക്ക് ആ മലയൊന്ന് കുനിഞ്ഞു. അങ്ങനെ ഇതിന് കൂനൻമല എന്നും പേര് വന്നു. ഇവിടെ ശരിക്കും ജൂൺ മാസത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും. ജൂൺ മാസത്തെ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉള്ളതാണ്. നമ്മള് നല്ല കുറെ ഗ്രൂപ്പായിട്ട്, ഒരു ഗ്യാങ് ആയിട്ട്, പയ്യന്മാരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഏരിയ കേട്ടോ. കാര്യം എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാം. ഇതിന് ഏറ്റവും ഗേൾസിന് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ഗേൾസിന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ.